കാരണം ശ്രീലങ്ക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പടമാണ്. രാജീവ് രവി സാറിൻ്റെ സിനിമറ്റോഗ്രഫി ആണെങ്കിലും ദർശനയുടെ പ്രകടനം വളരെ പടം നല്ല പടമാണ്. ഞാൻ ഓൾറെഡി സംസാരിച്ചായിരുന്നു. പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പൊളിറ്റിക്കലാണ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കര എക്സൈറ്റിങ്ങും ത്രില്ലിങ്ങും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. പിന്നെ റോഷൻ്റെയും ദർശനയുടെയും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു സിനിമയാണ്. താങ്ക് യു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥ പോയത്. ഭയങ്കര ഹാപ്പിയാണ് പടം കണ്ടതിൽ. ഫെസ്റ്റിവൽ സർക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം കാണുമെന്ന് വിചാരിച്ചിരുന്ന ഒരു പടമാണിത്. കണ്ടതിൽ വളരെ ഹാപ്പി. ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ഡെഫിനറ്റ്ലി കം ഇൻ തിയേറ്റർ. കാരണം ശ്രീലങ്ക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പടമാണ്. സോ ഐ ഷുഡ് ഡെഫിനറ്റ്ലി കം ടു തിയേറ്റർ. അതിൽ രാമായണമൊക്കെ കണക്ട് ചെയ്തിട്ട് സ്റ്റോറി ലൈൻ അങ്ങനെ കൊണ്ട് എൻ്റെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് എത്തിച്ചേക്കണത്. അപ്പം നമ്മളും ഒരു ഓഡിയൻസാണ്, പടത്തിൻ്റെ ഉള്ളിലും ഒരു ഓഡിയൻസ് ഉണ്ട്. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കുറച്ച് നാളത്തേക്ക് ഹോണ്ട് ചെയ്യാൻ പോകുന്നൊരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്, നോട്ട് വെരി കോമൺ മൂവി ദാറ്റ് വി റെഗുലർലി സീ. I think it's going to haunt me for quite some time. ഒരു സ്റ്റോറി ആയിരുന്നു, വളരെ കോംപ്ലെക്സ് ആയിരുന്നു. ദർശന ആൻഡ് റോഷൻ was so good. I mean, such beautiful naturalistic acting. എനിക്ക് വളരെ ഇഷ്ടമായി. രാജീവ് രവി സാറിൻ്റെ സിനിമറ്റോഗ്രഫി ആണെങ്കിലും പ്രസന്ന വിധാനകയുടെ കഥയും തിരക്കഥയും ഡിറക്ഷനും, ഇതുപോലത്തെ സിനിമകൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ഓൾ സോ മച്ച്. നല്ല പടം, ഇഷ്ടപ്പെട്ടു. പടം നല്ലതാണ്. ലൈക്ക് ഫെസ്റ്റിവൽ മൂഡിലൊരു ഫിലിമാണ്. ആൻഡ് ക്ലൈമാക്സ് ആണ് ഹൈലൈറ്റ്. ദർശനയുടെ പ്രകടനം വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. ഈവൻ റോഷൻ ആണെങ്കിലും ഇറ്റ്സ് എ നൈസ് ഫിലിം.